ഇന്നലെ നമ്മൾ ഏറെ ഞെട്ടിച്ചൊരു വാർത്തയാണ് തൃശൂരിൽ മകൾ അമ്മയെ തലക്കടിച്ചു കൊന്നു എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങളാണ് ഈ ദിവസം പുറത്തു വരുന്നത്. വഴിയരികിൽ കിടന്ന വയോധികയുടെ മൃതശരീരത്തിൽ നിറയെ സംശയകരമായ പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിന് പൊട്ടലുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. 2 എല്ലുകൾ പൊട്ടിയതിന് കഴുത്തിൽ കുത്തിപ്പിടിച്ചതിന് പിന്നാലെയാണ് ഈ പൊട്ടുകളെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഈ വയോധിക വഴിയരികിൽ ബോധം കെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, വയോധികയുടെ മകളും സുഹൃത്തുമാണ്. മകൾ സന്ധ്യയും സുഹൃത്ത് നിതിനും. എന്താണ് ഈ സന്ധ്യയും നിതിനും തമ്മിലുള്ള ബന്ധം? നിതിൻ എന്തിനാണ് സന്ധ്യയും ഭർത്താവും മകനും അമ്മയും താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിയത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവിടെ. പക്ഷേ സംഭവിച്ചത് കേരള പോലീസിന് കൈയടിക്കേണ്ട സാഹചര്യമാണ്. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു, കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു, പ്രതിയിലേക്ക് വളരെ വേഗമെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ നിതിന് സാധിച്ചിരുന്നില്ല. അമ്മയുടെ കഴുത്തിലെ ആഭരണങ്ങൾ എവിടെയെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം പോലീസിന്റെ. സന്ധ്യ പല കള്ളങ്ങൾ പറഞ്ഞ് ഒഴിവാൻ നോക്കി. ആഭരണങ്ങൾ പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് സ്വർണം കിട്ടി. പിന്നീട് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിതായിരുന്നു: ആരാണ് 77-കാരിയായ തങ്കമണിയെ കൊലപ്പെടുത്തിയത്? മകളായ സന്ധ്യയോ അതോ നിതിനോ എന്നുള്ളത്. പോലീസിന് വളരെ വേഗം ഉത്തരം കിട്ടി. നിതിന് ചോദ്യം ചെയ്യലിൽ നിതിനും സന്ധ്യയ്ക്കും ഉത്തരം പറഞ്ഞേ മതിയാകുമായിരുന്നുള്ളൂ. അവരിൽ നിന്ന് കിട്ടിയ ഉത്തരം അതിങ്ങനെയാണ്: നിതിന് തങ്കമണിയുടെ ആഭരണം വേണം. സന്ധ്യ അമ്മയോട് ആഭരണം ചോദിച്ചു, കൊടുത്തില്ല. പിന്നീട് ശനിയാഴ്ച വൈകിട്ട് മുണ്ടൂരിലെ ആ വീട്ടിൽ നടന്നത് അമ്മയും മകളും തമ്മിലുള്ള പിടിവലി. സന്ധ്യ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറകോട്ട് തള്ളുകയായിരുന്നു. തലയടിച്ച് വീണ തങ്കമണി തൽക്ഷണം മരിച്ചു. മൃതദേഹം കട്ടിലിൽ കിടത്തി. പിന്നെ സന്ധ്യ നേരെ വിളിച്ചത് തന്റെ സുഹൃത്തും കാമുകനുമായ നിതീഷിനെ. നിതീഷ് എത്തുന്നു. സന്ധ്യയുടെ സുഹൃത്താണ് നിതീഷ്. 3 വർഷമായി ഇരുവരും പ്രണയത്തിലാണ്. അമ്മയുടെ ആഭരണം സന്ധ്യ നിതീഷിന് നൽകുന്നു. ആ ആഭരണം കൊണ്ട് നിതീഷ് നേരെ ആ ആഭരണം പണയം വെക്കാൻ പോകുന്നു. ആഭരണത്തിന്റെ ഒരു ഭാഗമാണ് ഈ സന്ധ്യ കാമുകന് നൽകിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ ഭാഗം നിതീഷ് പണയം വെക്കാൻ കൊണ്ടുപോകുന്നു. പണയം വെച്ചതിന് ശേഷം ആ പൈസയുമായി അയാൾ തിരിച്ചു വരുന്നു. പിന്നീട് ഈ മൃതദേഹം, അമ്മയുടെ മൃതദേഹം മകളും കാമുകനും ചേർന്ന് പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. അവിടെയാണ് ആ 2 പേർക്കും പാളിയത് എന്ന് വ്യക്തമാണ്. അതിനുശേഷം രാവിലെ അമ്മ വഴിയിൽ കിടക്കുന്നുവെന്ന് കഥയുണ്ടാക്കി സന്ധ്യ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെ മരിച്ചു കിടക്കണ സമയത്ത് ടോർച്ചടിച്ച് നോക്കിയ സമയത്ത് അളാമിക്ക് മേത്ത് സ്വർണ്ണാഭരണമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് സന്ധ്യയുടെ ഭർത്താവും ഞാനും മാത്രം അവിടെ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങനെ ആൾക്കാർക്ക് വന്നു. അളാമ കമന്ത്ര് കിടന്നായിരുന്നു. അളാമനെ തിരിച്ചിട്ട സമയത്ത് കഴുത്തിലൊക്കെ പാടുണ്ടായിരുന്നു. ചെവിയുടെ മുകളിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. മുഖത്ത് ചോര ഉണ്ടായിരുന്നു. ഇരുവരുടെയും പദ്ധതിയെല്ലാം തകർത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. ഒപ്പം ആഭരണം എവിടെയെന്ന പോലീസിന്റെ ചോദ്യത്തിലും ഈ 2 പ്രതികളും കുഴങ്ങുകയായിരുന്നു. ആ ചോദ്യവും കൃത്യം. കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സന്ധ്യയും നിതിനും കാട്ടിയത് അതിബുദ്ധി. അവിടെയാണ് കേരള പോലീസിന്റെ മികവിന് കയ്യടി കൊടുക്കേണ്ടത്. വയോധികയുടെ മൃതദേഹം നാട്ടുകാർ വഴിയിൽ കണ്ട അതേ ദിവസം തന്നെ നിതിൻ നേരെ പോയത് ശബരിമലയിലേക്കാണ്. യാത്രക്കിടെ
നിതിൻ കാണിച്ചൊരു അതിബുദ്ധിയാണ് അയാളെ കുടുക്കിയത് എന്ന് തന്നെ പറയാം. നിതിൻ നേരെ ചെയ്തത് സന്ധ്യയുടെ മകനെ ഫോണിൽ വിളിച്ച് പോലീസ് അവിടെ വന്നു, പോലീസ് എന്താണ് ചോദിച്ചത് എന്നാണ് ചോദിച്ചത്. പകരം അതുമാത്രമല്ല, പിന്നീട് ചോദിച്ചു പോലീസ് നായ വന്നോ എന്നുള്ളതും. കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല എന്നല്ലേ നമ്മൾ പറയാറ്. ആ കുഞ്ഞ് പോലീസിനോട് കൃത്യം കാര്യം പറഞ്ഞു. ഇങ്ങനെയൊരു ചേട്ടൻ വിളിച്ചിരുന്നു, അയാൾ ഇവിടെ പോലീസ് നായ വന്നു എന്നാണ് അന്വേഷിച്ചത്. അതുമാത്രമല്ല, പോലീസ് എന്തൊക്കെ ചോദിച്ചു എന്നും ആ കുട്ടി, സന്ധ്യയുടെ മകൻ, പോലീസിനോട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് പിന്നെ പോലീസിന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഈ ചേട്ടൻ, നിതിൻ എന്നുള്ള ചേട്ടൻ ഇവിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു? പിഞ്ചു മനസ്സിൽ കള്ളമില്ല, കുഞ്ഞ് കൃത്യമായി കാര്യം പറഞ്ഞു. നിതിൻ ചേട്ടൻ ഇവിടെ വരാറുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ് പോലീസ് കൃത്യമായി നിതിനിലേക്ക് എത്തുന്നത്. നിതിൻ ശബരിമലയിൽ നിന്ന് വരുന്ന അതേ ദിവസം അയാളെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസിന്റെ ചോദ്യമുനയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല നിതിന്. കൃത്യം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഓരോന്നോരോന്നായി അയാൾ പറയാൻ തുടങ്ങി. കാമുകന് വേണ്ടി അമ്മയെ ഇല്ലാതാക്കിയ സന്ധ്യ ദയർഹിക്കുന്നേയില്ല. വഴക്കിനിടയിൽ പറ്റിയതാണെന്ന് സന്ധ്യ പലവട്ടം പോലീസിനോട് പറഞ്ഞു. പക്ഷേ അതൊരു ന്യായീകരണമാണോ? കാമുകന് വേണ്ടി സ്വന്തം പെറ്റമ്മയാണ് സന്ധ്യ ഇല്ലാതാക്കിയതെന്നതാണ് കേരളത്തേറെ ഞടുക്കിയ കാര്യം. എന്തായാലും മുണ്ടൂർ ശങ്കരകണ്ഠത്തെ അമ്മയെ കൊന്ന സംഭവം, മകൾ അമ്മയെ കൊന്ന സംഭവം ബന്ധങ്ങളുടെ വിള്ളലുകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്ക് തന്നെയാണ് ഈ വാർത്ത വിരൽ ചൂണ്ടുന്നത്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന് വെല്ലുവിളിയാണ് എന്നോർമ്മിപ്പിക്കുന്നു.